ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്മച്ചപ്പച്ചനും കാണാൻ വന്നപ്പോൾ നല്ല പ്രിയൂര് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതുന്നത് പഴുത്തിട്ടുണ്ടാവില്ല എന്നാ. ഇന്ന് രാവിലെ അമ്മച്ചി വിളിച്ചിട്ട് പറയാം, മാങ്ങ ചെത്തി നോക്കിയില്ലേന്ന്. ഞാൻ പറഞ്ഞില്ല, മാങ്ങ ചെത്തി വെക്കൂ, നല്ല പഴുത്ത മാങ്ങയാണ്, പിന്നെ പുഴു ഉണ്ടോയെന്ന് നോക്കിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മാങ്ങ ചെത്തി വെക്കാം, പുഴു ഉണ്ടെങ്കിൽ പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെത്താൻ തുടങ്ങി. അമ്മാമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ചെത്താനായിട്ട്. കാണുമ്പോൾ പച്ച പോലെ തോന്നിയാലും സംഭവം നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. മാങ്ങ ചെത്തുമ്പോഴാണ് പണ്ടത്തെ കാര്യമൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്നത്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് പോളേട്ടന് പറമ്പുണ്ടായിരുന്നു. പറമ്പിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മാവുണ്ട്. നമ്മുടെ വീട്ടിൽ ആകെ ഒരു മാവുള്ളൂ. മാവിൻ്റെ തുഞ്ചത്താണ് മാങ്ങ ഉണ്ടാവുക. ഒന്നോ രണ്ടോ മാങ്ങ ഉണ്ടാവും. അത് പിന്നെ അണ്ണാനോ കിളിയോ കുത്തി താഴെ വീണ് കിടക്കുമ്പോഴാണ് ഈ മാവുമ്പോൾ മാങ്ങ ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളെപ്പോഴും പോളേട്ടൻ്റെ പറമ്പിലത്തെ മാങ്ങയാണ് തിന്നിട്ടുള്ളത്. രാവിലെ നേരം വെളുക്കുമ്പോൾ, അത് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ സ്കൂളില്ലാത്ത സമയത്ത് നേരം വെളുക്കുമ്പോൾ പറമ്പിലേക്ക് അങ്ങോട്ട് പോയി മാവിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് നിന്ന് നോക്കുമ്പോൾ കുറേ മാങ്ങ വീണ് കിടക്കണം. മൂവാണ്ട മാങ്ങയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതലും മൂവാണ്ട മാങ്ങയാണ് പറക്കുക. അത് പറക്കി കൊണ്ടുവന്ന് കഴുകി ചെത്തോലിയൊക്കെ ചെത്തി കഴിക്കുന്ന ഒരു ഫീലുണ്ട്. അടിപൊളിയാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് പറ്റുന്നുണ്ടോയെന്നാവും. ഇന്നിപ്പോൾ പിന്നെ നിലത്ത് വീണൊന്നും കഴിക്കാനും പാടില്ലല്ലോ. രോഗങ്ങളല്ലേ, നിപ്പ, അത് ഇത്. എന്താ ഇപ്പം ചെയ്യുക? കുട്ടികൾക്ക് കഴിക്കാനും പറ്റില്ല, മാതാപിതാക്കൾക്ക് കൊടുക്കാനും പറ്റില്ല. ഒന്നിനും ഒരു വിശ്വാസമല്ലേ. എന്തായാലും മാങ്ങയുടെ തൊലിയൊക്കെ ചുറ്റി ക്ലീനാക്കി ഞാനതങ്ങോട്ട് കഴുകി ഓരോ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് പുഴി എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പുഴുവില്ല കേട്ടോ. സൂപ്പർ മാങ്ങനെയായിരുന്നു. നല്ല പാകത്തിന് പഴുത്ത് പിള്ളിന്നായിട്ടില്ല. നല്ല അടിപൊളി പഴുപ്പായിട്ടുണ്ട്. കഴിക്കാൻ പറ്റിയ പാകം. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രസത്തിൽ ചെത്തി മാങ്ങയുടെ അണ്ടിമത്തെ എല്ലാ കഷ്ണവും പൂളി എടുക്കാനായിട്ട് അമ്മാവ് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാനത് പൂളിയെടുത്തു. പണ്ട് മാങ്ങ കഴിച്ച് കഴിഞ്ഞാൽ അണ്ടി എറിഞ്ഞിട്ട് മാങ്ങാണ്ടിക്ക് കൂട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു കളി കളിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാങ്ങ കഷ്ണം വലിയൊരു കഷ്ണം വായ കുത്തിക്കയറിനേക്കാളും ഇഷ്ടം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കണ എല്ലാ ഫ്രൂട്ട്സും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നോക്കും. എന്നിട്ട് എനിക്ക് കഴിക്കാൻ സ്പൂണ് വേണം. മാങ്ങയൊക്കെ കഴിക്കാൻ എനിക്ക് വേറൊരാൾ പ്രത്യേകിച്ച് കൂട്ട് വേണം. അതാരാന്നെങ്കിൽ ലാസ്റ്റ് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. മാങ്ങയുടെ അണ്ടിമത്തെ എല്ലാ മാംസ കഷ്ണങ്ങളും എടുക്കാൻ ഞാൻ പരിശ്രമിച്ചു. ഇതാട്ടോ ആ അണ്ടി. അങ്ങാടിക്ക് കൂട്ടുണ്ടൊരു പോന്നോളൂ കേട്ടോ. അങ്ങനെ ഞാൻ മാങ്ങ ചെത്തൽ പരിപാടി അവസാനിപ്പിച്ചു. ഇവനാണ് കേട്ടോ എനിക്ക് കൂട്ടുള്ളത്, ഫോർക്ക്. അപ്പോൾ ഓക്കെ, ബൈ.